Assalamualaikum. Welcome to Zahrabanu Cooking and Tips. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതൊരു സ്പെഷ്യൽ ആയിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം. എന്നിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഞാനിത് ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അതിന്റെ ഷെൽസ് അല്ലെങ്കിൽ തോടുകളൊക്കെ പൊട്ടിച്ച് കളയാൻ നമുക്ക് സാധിക്കും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇവിടെ പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചിട്ടോ അല്ല ഞാനിവിടെ ചേർത്തിട്ടുള്ളത്, അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഏകദേശം വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കൂടെ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഏകദേശം ഒന്നായതിനു ശേഷം ഞാനിതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒക്കെ നല്ലൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കാം. ഇനി അതിനിടയിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ, ഇതിലേക്കൊരു ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം. ഇനി വഴറ്റാൻ വെച്ചതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ ആണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം വീണ്ടും ഒന്ന് ഇതിന്റെ കൂടെ വഴറ്റിയെടുക്കണം. ഉള്ളിയുമായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ എരിവിനായിട്ട് ഇവിടെ പച്ചമുളകും ചേർത്ത് കൊടുത്തു. അതിന്റെ കൂടെ നമ്മളിവിടെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് അല്പം വെള്ളം ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ എരിവൊക്കെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഒരു നുള്ള് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ മാത്രമാണ് കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇപ്പൊ 3 എരിവായിട്ടായിട്ട് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് പച്ചമുളക്, ഒന്ന് മുളക് പൊടി, മറ്റൊന്ന് കുരുമുളക് പൊടി. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അല്പം നേരം കുക്ക് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഈ മസാലകളൊക്കെ ഈ കോഴിമുട്ടയിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അല്പം നേരം ഒന്ന് ഈ മസാലയിലിട്ട് കുക്ക് ചെയ്യുന്നത്. അതിന്റെ മുകളിലേക്കൊക്കെ മസാല ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരക്കുന്ന ടൈമിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇതൊരു ഏകദേശം ഒരു കുറുമ പോലെ ഇരിക്കും. നല്ല കുറുകിയിട്ടാണ് ഈ അരച്ചിട്ടുള്ള എഗ് കറി ഇരിക്കേണ്ടത്. വളരെ ലൂസായിട്ട് വെള്ളം പോലെ ഇരിക്കരുത്, നല്ല കുറുകിയായിട്ടാണിത്
വേണ്ടത്. ഇനി ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിലെ തേങ്ങ അതിന് കുറച്ചൊന്നും വെന്തിട്ടില്ല, അതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പം അതിൻ്റെ കളർ മാറിയല്ലോ, തിളപ്പിക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ കളർ മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.